ഗൈസ്, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് സൊസൈറ്റി നമ്മൾ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ അടുത്ത് വേണം, അല്ലെ? യെസ് യെസ്, തീർച്ചയായിട്ടും വ്യത്യസ്ത കഴിവ് നമ്മുടെ അടുത്ത് വേണം. അപ്പൊ ചിലർക്ക് ഡാൻസിങ് ആയിരിക്കും, ചിലർക്ക് ആക്ടിങ് ആയിരിക്കും, ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും, അങ്ങനെ വ്യത്യസ്ത കഴിവുകളായിരിക്കും. അങ്ങനെ വ്യത്യസ്ത കഴിവുകളുള്ള ആളുകളെയാണ് സൊസൈറ്റി പെട്ടെന്ന് അംഗീകരിക്കുക. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ന് ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നാലാളെ കൂടുന്നിടത്ത് രണ്ട് സ്റ്റെപ്പ് ഇടാം, മീൻസ് ഹിപ്പ് ഹോപ്പ് ആയിട്ട് രണ്ട് സ്റ്റെപ്പ് കളിക്കാം. അതായത് വെറൈറ്റി സ്റ്റെപ്സ്, വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, അട്രാക്ഷനുള്ള 4 സ്റ്റെപ്സ്. നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഈ സ്റ്റെപ്സ് നിങ്ങൾ യൂട്യൂബിലൂടെ പല രൂപത്തിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് കാണും, പക്ഷെ നമുക്ക് അതെങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. അപ്പം അതെങ്ങനെ പഠിക്കാം, കൗണ്ട് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാൻ പോവാണ്. കാല് എന്ത് ചെയ്യണം, കൈ എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരും. അപ്പൊ ഹിപ്പ് ഹോപ്പിലുള്ള 4 സ്റ്റെപ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എപ്പിസോഡിലെ ലിങ്ക് ഞങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള 5 സ്റ്റെപ്സ് ആണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് കാണാത്തവർ മാക്സിമം ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. 1 2 3 4 1 2 3 4. ഇതെങ്ങനെ കളിക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ റൈറ്റ് ലെഗ് ഫിംഗർ പുഷ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ലെഗ് നേരെ ഹീല് പുഷ് ചെയ്യാം. ഹീല് പുഷ് ചെയ്യുന്ന ടൈമിൽ ഫിംഗർ നേരെ പൊന്തി വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഈ റൈറ്റ് ലെഗ് ഇങ്ങനെ നിന്നതിന് ശേഷം റൈറ്റ് ലെഗ് പുറത്തോട്ട് അടിക്കുക. ഓക്കെ, അതിന്റെ കൂടുതൽ തന്നെ നമ്മുടെ ലെഫ്റ്റ് ലെഗും ഫിംഗർ പൊന്തിട്ടായിരിക്കും ഉണ്ടാവുക, അത് ഉള്ളിലോട്ട് അടിക്കാം. ഓക്കെ, അപ്പം അത് ഒപ്പരം ചെയ്യുന്ന ടൈമിൽ 1 2. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, അത് ഈ സാധനം വൈസ് വേഴ്സ ഓപ്പോസിറ്റ് ആയിട്ടും ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് ലെഗ് ഫിംഗർ പുഷ് ചെയ്യാം, നമ്മുടെ റൈറ്റ് ലെഗ് ഹീൽ പുഷ് ചെയ്യാം. ഹീൽ പുഷ് ചെയ്യുന്ന ടൈമിൽ ഫിംഗർ പൊന്തിയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മൾ ഇതേമാതിരി 1 2 3 4 1 and 2. ഗൈസ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാം. നമ്മുടെ റൈറ്റ് ലെഗ് നേരെ പുറകിലോട്ട് എടുത്ത് വെക്കുന്നു. ഓക്കെ, ഈ പുറകിലോട്ട് എടുത്ത് വെച്ചാൽ നമ്മുടെ എൽ ഷേപ്പിലായിരിക്കും കാലുണ്ടാവുക. ഓക്കെ, റൈറ്റ് ലെഗ് പിറകിലും ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് റൈറ്റ് ലെഗിന്റെ ഫിംഗർ പുഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതേ ടൈമിൽ തന്നെ നമ്മുടെ ലെഫ്റ്റ് ലെഗിന്റെ ഫിംഗറും പുഷ് ചെയ്യുന്നു. അതൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ട്വിസ്റ്റ് ചെയ്യാം, കാല് ഇവിടുന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, 1 2 1 2. ഓക്കെ, എന്നിട്ട് ഈ ട്വിസ്റ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് നേരെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാം, ലെഫ്റ്റ് ലെഗിന്റെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാം. ഈ ട്വിസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, ഇതേമാതിരി തന്നെ നമ്മുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിലും ലെഫ്റ്റ് ലെഗ് പിറകിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ രണ്ട് കാലിന്റെയും ഫിംഗർ പുഷ് ചെയ്തിട്ട് ഇവിടുന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നേരെ ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗിന്റെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. 1 2 3 സ്റ്റാർട്ട്. 1 2. ഇനി ഇതിന്റെ റിവേഴ്സ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എനിക്ക് പൊസിഷൻ ഉണ്ടായിരിക്കാം. അപ്പം റൈറ്റ് ലെഗ് പിറകിലും ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലായിരിക്കും ഉണ്ടാവും. ലെഫ്റ്റ് ലെഗും റൈറ്റ് ലെഗും ഫിംഗർ എന്ത് ചെയ്യാം, പുഷ് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്യും. ഓക്കെ, ട്വിസ്റ്റ് ചെയ്തിട്ട് നേരെ പുറകിലോട്ട് എടുത്തു. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 and 2. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മള് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് തേർഡ് സ്റ്റെപ്പിലോട്ടാണ്. 1 2 3 1 2 3 1 2 3. ഓക്കെ, അതിന്റെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ്. ഓക്കെ, ലെഫ്റ്റ് ലെഗ് എടുത്തിട്ട് നേരെ റൈറ്റ് ലെഗിന്റെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ റൈറ്റ് ലെഗ് ഒന്നും കൂടി പിറകിലോട്ട് എടുത്ത് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗ് നേരത്തെ എടുത്ത് അതേ പൊസിഷനിൽ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ റൈറ്റ് ലെഗ് നേരെ ഒന്നും കൂടി മുമ്പോട്ടാക്കി വെക്കുന്നു. ഓക്കെ, 1 2 3 4. ഓക്കെ, ഇത് സ്പീഡ് കളിക്കുന്ന ടൈമിൽ 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 1 2 3 4.
ഓക്കെ, ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കിയ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതുവരെടുത്ത കാര്യങ്ങളൊക്കെ. ഗൈസ്, ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്സിലോട്ട് പോവാണ്. 4ാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാണ്. 1 2 3 സ്റ്റാർട്ട്. 1 2 3 1 2 3. ഓക്കെ, ഈ സ്റ്റെപ്പ് നമ്മൾ കളിക്കുന്ന ടൈമിൽ നമ്മുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് നേരെ ഫ്ലെക്സിബിൾ ആയിട്ട് മുമ്പോട്ട് വെക്കണം. ഓക്കെ, എന്നിട്ട് വെച്ചതിനെ പോലെ തന്നെ സൈഡിലോട്ട് ചെറിയൊരു ചാട്ടം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെഗ് കുതിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ ഇത് ബാക്കിലോട്ട് വലിക്കുക. നമ്മുടെ റൈറ്റ് ലെഗിന്റെ പുറകിലോട്ട് 1. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 and 2 and 3. ഓക്കെ, ഇതേ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടും കളിക്കാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ പൊസിഷൻ ഉണ്ടാവുക. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സ്റ്റെപ്പ് കളിക്കുന്ന ടൈമിൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ് നേരെ ഫ്രണ്ടിലോട്ട് വെക്കുന്നു. 1 and അതേമാതിരി സൈഡിലോട്ട് ചാടുന്നു. 2 and റൈറ്റ് ലെഗ് നേരെ പുറകിലോട്ട് വെക്കുന്നു. 3. ഓക്കെ, ഇത് സ്പീഡ് കളിക്കുന്ന ടൈമിൽ 1 2 3 സ്റ്റാർട്ട്. 1 2 3 1 2 3. ഓക്കെ, അപ്പൊ ഗായ്സ്, ഇതുവരെ എടുത്ത 4 സ്റ്റെപ്സ്, ഹിപ്പ് ഹോപ്പിന്റെ 4 സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ കണ്ട സ്റ്റെപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ പഠിക്കാൻ ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെത്തേഡ് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് പറഞ്ഞത് അല്ലെ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ വിലപ്പെട്ട സബ്സ്ക്രൈബ്സ് ആണ് ഞങ്ങളുടെ പിന്തുണ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് ഞങ്ങൾ അറിയിക്കാം. അടുത്ത എപ്പിസോഡ് കാണും വരെ ബൈ.